പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് അടച്ചിട്ട വീടിന്റെ വാതിൽ കുത്തി തുറന്ന മോഷണം. കൊല്ലം സ്വദേശി സുനിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലാണ് മോഷണം നടന്നത്. 1,65,000 രൂപയുടെ സ്വർണവും 15,000 രൂപയും നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ദിവസം രാവിലെ വീട് പൂട്ടി പുറത്തു പോയതായിരുന്നു സുനിൽ. വൈകിട്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. സംഭവത്തിൽ നടക്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, ഈ ഒരു വീടിന്റെ വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടത്തിയിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഈ ഒരു മോഷണം നടന്നിരിക്കുന്നത്. കൊല്ലം സ്വദേശിയായിട്ടുള്ള സുനിൽ ഇവിടെ കുറെ കാലങ്ങളോളമായി ഇവിടെ വാടകയ്ക്ക് താമസിച്ച് വരികയായിരുന്നു. അതിനിടെയാണ് ഈ ഒരു മോഷണം നടന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഈ മോഷണവുമായി സംബന്ധിച്ച് ഈ സുനിലിന് കൃത്യമായി ഇത് ആരാണ് ചെയ്തത് എന്നുള്ളതിലൊരു വിവരവും ഇതുവരെയായിട്ടും ലഭ്യമായിട്ടില്ല. പക്ഷേ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടക്കാവ് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതിയെ മുൻപ് പരിചയമുണ്ട് എന്നുള്ളതാണ് നേരത്തെ സുനിൽ വ്യക്തമാക്കുന്നത്. അതായത് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ നഷ്ടപ്പെട്ട സ്വർണവും അതോടൊപ്പം തന്നെ 15,000 രൂപയുമാണ് ഇപ്പോൾ നിലവിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ പണം ഈ പ്രതിയുടെ പക്കലുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇനി പോലീസ് അന്വേഷണം വരുന്നത്. അതേസമയം സുനിൽ കഴിഞ്ഞ കുറെ കാലങ്ങളുമായി വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു എരഞ്ഞിപ്പാലത്ത്. അതിനിടെയാണ് ഈ ഒരു മോഷണം നടന്നിരിക്കുന്നത്. ഏതായാലും ഈ ഒരു സംഭവത്തിൽ പോലീസ് കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി, കോഴിക്കോട് എരഞ്ഞിപ്പാലത്ത് മോഷണം. അടച്ചിട്ട വീടിന്റെ വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടന്നിരിക്കുന്നത്. കൊല്ലം ജില്ലക്കാരനായ സുനിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ഇന്നലെയാണ് മോഷണം നടന്നത്. അഭിന പി ചിറക്കലാണ് വിവരങ്ങൾ നൽകിയത്.